കർത്താവ് ഇന്ന് നൽകിയ വെളിപാടിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. പ്രയോഗത്തിന് മുമ്പ് ഈ പ്രയോഗം ഫലിക്കണം. ഈ ഉപ്പ് ഒരു പ്രയോഗമാണ്, ഉടമ്പടി കാശ്ചര്യം ഒരു പ്രയോഗമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം. പത്രം കൊടുക്കുന്നത് എന്താണ്? പ്രഖ്യാപനമാണത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. 3 എന്താണ്? പ്രയോഗമാണ്. ഈ പ്രയോഗത്തിലാണ് നമ്മൾ ഉടമ്പടി കാശ്ചര്യം ഉള്ളത്. പിന്നെന്തുണ്ട്? ഉപ്പുണ്ട്, പിന്നെന്തുണ്ട്? ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം പ്രയോഗത്തിലുള്ളതാണ്. അപ്പോൾ തന്നെ ആ ബ്ലാക്ക് മാസിൽ പെട്ടിരിക്കുന്ന സ്ത്രീയില്ലേ, അവരിവരെ ഈ റോസിനെ പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? റോസി ഇല്ലാഞ്ഞ ഒരു സമയം കിട്ടിയപ്പോഴേ ആ പൊടിക്കുഞ്ഞ് മാലാഖക്കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കൈ അമർത്തിക്കൊണ്ട് അതിനെ കൊല്ലാൻ വേണ്ടി കൈ അമർത്തി പിടിച്ചത്. പെട്ടെന്നാണ് കൊച്ചിൻ്റെ ഞരക്കം കേട്ട് ഇവൾ ഓടി വന്നത്. ഓടി വന്നതോടുകൂടി കൊച്ച് മരിക്കണ കണ്ടീഷനായി. അപ്പോൾ ഇവൾ ഓടിക്കളഞ്ഞ് അവിടെ ഇത് ചെയ്തിരുന്ന ആൾ കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാണ്. നോക്കിയേ എന്ത് കുറിച്ചാണെന്ന് നോക്കിയേ. ഉടനെ റോസി ഇതിനെയും കൊണ്ട് ആശുപത്രി പോയി. അവരുടെ കൂടെ അറബികളല്ലേ, കുവൈറ്റികൾ, അവരുടെ ആശുപത്രി പോയി. ആശുപത്രി പോയപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ ഈ മരണവിപ്രാളത്തിൽ കിടന്ന കൊച്ചല്ലേ, കൊച്ചിന് ഇവളെ തന്നെ ഇപ്പം ഇവർ നോട്ടവിട്ടു. മറ്റവളെ കണ്ടില്ലല്ല, ഇവളെ നോട്ടവിട്ടാണ് കുവൈറ്റുകൾ. കാര്യം ഇവളാണല്ലോ കൊച്ചിനിങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ ഇല്ലാഞ്ഞല്ലേ ഇവിടെ. അതോടുകൂടി കൊച്ചിന് നീർക്കെട്ടലായി, പതിരക്ക് നീര് വന്ന് ആശുപത്രി കിടന്ന്. അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ റോസിനെ അവർ ജയിലിലാക്കും. അപ്പോൾ റോസി എന്നാ ചെയ്യുന്നറിയാവോ? റോസി ഈ അറബിയും അവിടുത്തെ ഡോക്ടറും മാറിയപ്പോൾ ആശുപത്രി ചെന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് മരിക്കാൻ പോണ കൊച്ചിൻ്റെ നെഞ്ചിൽ കുരിശിട്ട്. അതാണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ. അതാണ് പിറ്റേ ദിവസം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത്. അതാണ് പ്രയോഗം. ഈ പ്രയോഗം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ പ്രയോഗം പെട്ടെന്ന് ഏറ്റത്? റോസിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ബ്ലാക്ക് മാസുകാരുടെ അകത്ത് കിടക്കുകയല്ലേ, ഇവളെ കൊല്ലാൻ വേണ്ടി അവർ നോക്കുകയാണ്, ചാടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് ആകപ്പാടെ പിടിവള്ളി. ഇവൾ രാത്രി അവരുടെ ഈ ബ്ലാക്ക് മാസുകാരുടെ അപ്പുറത്ത് ഇവരുടെ ജോലി, അവരുടെ കുളിച്ചിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവളെവിടെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ ഈ സാധനം ഒന്നും അവിടെ പരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് വരണത്. അതാണ് ഇവളെ ചാടിക്കാൻ വേണ്ടി പണിയെല്ലാം ചെയ്യണത്. അവസാനം ബാത്റൂമിൽ കുപ്പിച്ചല്ലേ, കിടക്കാൻ പറ്റുന്നില്ല. അവിടെ നായ്ക്കെണ്ണ പൊടിയും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടും. അങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിക്കും. അങ്ങനെ അവസാനം അമ്മ അവളോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോവുകയാണ് നിനക്ക് നല്ലതെന്ന് പറയാൻ. നിനക്ക് സ്വസ്ഥമായിട്ട് നിനക്ക് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ വന്ന് വെച്ച് ഇവിടെ തലയെടുത്ത് ഭിത്തിട്ടിടിക്കും. എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കേ. ഇതൊന്നും പറഞ്ഞാൽ കുവൈറ്റുകൾ അംഗീകരിക്കത്തില്ല. കാര്യം ആ വേലക്കാർ പണ്ട് മുതലേ അവിടെ ഉള്ളതാണ്. അവർ നല്ലവരാണ്, നിൻ്റെ കള്ളത്തരവാണി പറയണമെന്നാണ് വീട്ടുകാർ വിചാരിക്കണത്. വീട്ടുകാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ കാരണം റോസി പറയും, അമ്മേ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, പക്ഷേ പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ലല്ല, പാസ്പോർട്ട് അവരുടെ കയ്യിലല്ലേ, വീട്ടുകാരുടെ കയ്യിലല്ലേ. അപ്പോൾ റോസി പറയും, എൻ്റെ ജീവനെ ഇവിടെ കിടന്നാൽ പോകും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് തരാൻ പറയും. അപ്പോൾ ഉടനെ കുവൈറ്റുകൾ പറയും, പാസ്പോർട്ടൊക്കെ തരാം, പക്ഷേ 2 ലക്ഷം രൂപ ഏജൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്നതിന്. ആ കാശ് നീ എൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ പാസ്പോർട്ട് തരാമെന്ന് പറയും. അപ്പോൾ റോസി പറയും, 20,000 രൂപ എൻ്റെ കയ്യിലില്ല, കാര്യം ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണതെന്ന് പറയും. ഉടനെ പറയും, ഇവർക്ക് ശല്യമായപ്പോൾ പറയും, ഇവളെ ജയിലിലാക്കാൻ നോക്കി. പറയും, നിൻ്റെ കെട്ടിക്കിടക്കൊക്കെ എടുക്കാൻ പറയും. അവരെന്നെ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഉടമ്പടി ഉപ്പിരിക്കണം. അപ്പോൾ അവർ പറയും, ഇത് എന്താണ് എന്താണ് ഒരു സാധനം ഉണ്ടല്ലോ, ബ്ലാക്ക് ഷുഗറാ, മയക്കുമരുന്നാണെന്ന് പറയും. ഇത് മയക്കുമരുന്നാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവളെയും വിളിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പുമായിട്ട് പോയിട്ട് പൊതിച്ചു പോകും. അപ്പോൾ ഇവർക്ക് പേടിയാണ്. ഇവളിരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന, അമ്മ മാത്രം, എനിക്ക് ആരെയും പരിചയമില്ല രാജ്യത്ത്, അമ്മ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ഞാനിപ്പോൾ അകത്താകാൻ പോവുകയാണ്. കാര്യം ഇവർ പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്നെ. കാര്യം അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ അവരെ പൗരന്മാരല്ലേ അവിടുത്തെ പോലീസുകാർ. അപ്പോൾ പരിചയക്കാർ അവർ തന്നെ, ഇവർ പറയണമെന്നും അംഗീകരിക്കാതെ ഇവർക്ക് ഭാഷയാത്രക്കാർക്ക് പറഞ്ഞ് പിടിപ്പിക്കാനും അറിയത്തില്ല. അങ്ങനെ ഇവളെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവളെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ മുമ്പിൽ നോക്കി നിന്ന് ചിരിക്കണത്. അപ്പോൾ ഒരു പരിചയമില്ല, അവിടുത്തെ കുവൈറ്റി പോലീസുകാരനാണ്. അമ്മ ഈ സമയത്തിനുള്ളിൽ അയാളെ ചേഞ്ച് ചെയ്ത് കളഞ്ഞേ ആ പോലീസുകാരനാണ്. ഇവള് പറയണത്, ഞാൻ ഏതാണ്ട് വർഷങ്ങളോട് കണ്ട പരിചയമാണ് ആ പോലീസുകാരൻ എന്നോട് കാണിക്കണത്. എന്നോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്നോടാ ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ എന്നെ പ്രതിയാക്കി അകത്ത് കളയാൻ വേണ്ടി കൊണ്ടുവന്ന അറബി പറയും, ഇവളെ കള്ളിയാണ്, ഇവൾ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് ഷുഗർ കൊണ്ടുവന്നിരിക്കുകയാണ്, മയക്കുമരുന്ന് വ്യാപാരിയാണെന്ന് പറയും. ഉടനെ ഇവൾ പറയും, ഇതൊരു അപ്പോൾ ഉടനെ ഇവൾ പറയും, നോ ഇതൊരു ഇങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, ഇതൊരു ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും. ഉടനെ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് നാക്കിൽ വെക്കും. അത് പറയും, നോ ഇറ്റ് ഈസ് ജെനുവിൻ, ഇറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. അത് നമ്മുടെ യൂട്യൂബെല്ലാം കാണിക്കും. ഇത് പറയും, നിങ്ങളുടെ ഭാഷ തർജ്ജമ ചെയ്തെടുക്കാൻ പറയും. അപ്പോൾ അയാളത് തർജ്ജമ ചെയ്തെടുക്കുമ്പോൾ പറയും, ഇത് ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും.
അപ്പോൾ ഉടനെ ഈ പോലീസുകാരൻ, അറബി പോലീസുകാരൻ തന്നെ ഇവരോട് പറയും, കുവൈറ്റിയോട് പറയും, നീ ഒന്ന് കഴിച്ച് നോക്കിക്കെന്ന് പറയും. എന്ന് നിനക്ക് സംശയമുണ്ട്, ഞാൻ കഴിച്ചില്ല, അതുപോലെ നീ ഇത്തിരി ഉടമ്പടി ഉപ്പ് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ വാദി പ്രതികാരം കണ്ടില്ലേ, ഈ ഉപ്പ് ആ പോലീസുകാരൻ ആ വീട്ടുകാരനെ കൊണ്ട് തീറ്റിക്കും. വീട്ടുകാരൻ്റെ ഇവളെ മരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അറബിയുടെ നാക്കിൽ ഉടമ്പടിത്ത് ഉപ്പ് വീഴി കഴിയുമ്പോൾ അറബി ഉടനെ ശാന്തനാകും. എന്ത് നല്ല രസമാണ് അമ്മയുടെ കാര്യമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ. അറബി അത്രയും നേരം ഇങ്ങനെ ഭർത്താവ് മുണ്ടിയെ പോലെ ഇവിടെ അകത്താക്കാൻ വേണ്ടി പോയ അറബി ആ പടം ഒരു സൗമ്യനുമാകും. അപ്പോൾ പോലീസുകാരൻ പറയും, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നിങ്ങളല്ല പ്രതി, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരാണ് ഇവളെ കൊല്ലാൻ പോകണമെന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവളെ കയറ്റി വിടാൻ പറയും. ഉടനെ കയറ്റി വിടാൻ പറയുമ്പോൾ ഇവിടെ കയ്യിൽ പൈസ ഒന്നുമില്ല, 25 രൂപ വേണം, 25,000 രൂപ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ ഈ അറബി ഭയങ്കര തുപ്പൽ കുടിയനാണ്, പിശുക്കനാണ്, വിടത്തില്ല. അപ്പോൾ അയാളുടെ ലക്ഷണം മാറും. 5 പൈസ കൊടുക്കത്തില്ലേ ഇവളെ ഇവളെ പറഞ്ഞ് ഒത്തിരി കാശ് ഞങ്ങൾ ഏജൻറ്റും കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്ന് പറയണേ, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിഞ്ഞിട്ടില്ല, ഇവിടെ കാലാവധി പൂർത്തിയാക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കാശ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ ലക്ഷണം മാറും, നിങ്ങളാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കണത് എന്ന് പറഞ്ഞ് കുറച്ച് ഇപ്പോൾ ഇവിടെ പറയും, അമ്മ അവിടെ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥനയില്ലും, അമ്മേ നോക്കണേ അമ്മേ, എനിക്ക് കാശ് കിട്ടണേ, അല്ലെങ്കിൽ പോകാൻ മാർഗ്ഗമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാരൻ രൂക്ഷമായിട്ട് ഈ അറബിയോട് സംസാരിക്കും. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇപ്പം തന്നെ അവളെ കയറ്റി 1 മണിക്കൂറുണ്ട്, ഇപ്പം തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തേ, അല്ലെങ്കിൽ വിഷം മാറും, അല്ലെങ്കിൽ കേസ് മാറും, നിയമം മാറും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അറബി വീഴും. അറബി ഉടനെ ആ കിട്ടിയ സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവളെ ഇങ്ങോട്ട് പാക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പോരൂർ. എന്ത് രസകരമാണ് ഈ സാക്ഷ്യത്തിൻ്റെ പോക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഈ ഉടമ്പടിയുടെ ഉപ്പ്, കവനൻ്റ് ഓഫ് സാൾട്ട് ഓഫ് ദി കവനൻ്റ് എന്തുകൊണ്ടാണ് ഇത്രയും വിജയിക്കണത്? ഏത് പാരാത്രി ആണെങ്കിലും ഉടമ്പടി തന്നെയാണ് അവൾ ജീവിക്കണത്. അതാണ് വിഷയം. ഉടമ്പടി തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ ഉടമ്പടിയുടെ എല്ലാം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾക്ക് അത് തന്നെ ഫലം നമുക്ക് അതിൻ്റെ പവർ റിലീസ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് വിശ്വസ്തത പാലിക്കണം. ഉടമ്പടിയിലെ തൈലത്തിനും അപ്പോൾ ഞാൻ പണ്ട് പറയുമായിരുന്നു, എന്നിട്ട് ഒരു ചാനലുകാരൻ എന്നെ നമുക്ക് നെഗറ്റീവായിട്ട് സാധനം ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഉടമ്പടി ഉപ്പിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു, സത്യം പറഞ്ഞു. ഉടമ്പടി കാശ്മീരത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു 12 മണിക്കൂർ സമയമുണ്ട്. ഈ 12 മണിക്കൂറിനുള്ളിൽ പുസ്തകം 75 പേജാണ് ഞാൻ എഴുതുന്നത്. തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എഴുതുകയാണ്. കർത്താവ് എനിക്ക് ഇങ്ങനെ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പിന്നീട് അപ്പോൾ എഴുതുന്ന സമയത്ത് ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് പഠിച്ചു നോക്കുമ്പോഴാണ് ഈ ഉടമ്പടി ഉപ്പെന്ന് പറയുന്ന ഉടമ്പടിയുടേതാണെന്നൊക്കെ പിന്നെയാണ് നമുക്ക് അറിയണത്. ഉപ്പെന്ന് പറഞ്ഞ ഉടമ്പടിയുടേതാണെന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ റെഫറൻസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതേസമയം തന്നെ ഉടമ്പടി തേനെന്നാണ് ആദ്യം എഴുതിയത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ കൃപാസനത്തിൽ പ്രശ്നം ഉണ്ടായി. തേൻ വിൽക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ തോന്നിവാസം പറഞ്ഞ് അവരെന്നോട് പറഞ്ഞ് തേന് വിൽക്കുന്ന ആൾക്കാർ തോന്നിവാസം പറയുന്നുണ്ട്, തേന് നിറക്കാൻ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പരിശുദ്ധമ്മയുടെ ഇടപെടലാണ്, ഞാനിവിടെ തേൻ എൻ്റെ അടുത്ത് ഉടമ്പടിയുടെ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേൻ ഉടമ്പടിയുടെ ഭാഗമല്ല അത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഉടമ്പടി തൈലമുണ്ട്, ഒലിവ് ഓയിലാണ് ഉടമ്പടിയുടെ ഭാഗം. നോക്കിയേ, ദൈവം തിരുത്തുന്ന രീതി കണ്ടില്ലേ? ദൈവം ആരും വഴി നമുക്ക് തിരുത്താൻ പറ്റും നമ്മളാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തിരുത്താൻ പാടെന്ന് വെച്ചാൽ അത് ഉടമ്പടി തേനിനെ മാറ്റി തൈലമാക്കിയത് പരിശുദ്ധമ്മ നേരിട്ടാണ് ആക്കിയിരിക്കണത്. അതുകൊണ്ടാണ് ആ അറബിയുടെ ആ കുഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നെഞ്ചത്ത് ഉടമ്പടി തൈലം പൂശുമ്പോൾ അത് ജീവനിലോട്ട് വന്നിട്ട് ഇവളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ട് വരണത് അങ്ങനെയാണ്. അതായത് പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിനെല്ലാം പ്രയോഗം എന്നാണ് പറയണത്. പ്രയോഗിക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങളെ ഉടമ്പടി വിശ്വസ്തത പാലിച്ച് ഉടമ്പടിയുടെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കി കൃത്യമായിട്ട് ചെയ്ത് ദൈവത്തോട് വിശ്വസ്ത പാലിച്ചാൽ ഏത് ബ്ലാക്ക് മാസുകാരനല്ല, കൂടുതലക്കാരനല്ല, തോന്നിവാസി ആയാലും ശരി, നിങ്ങൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ഏത് മുറുക്കുപാമ്പിൻ്റെ ഉള്ളിലാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. എന്താ കാര്യം? ക്രിസ്തു സകലതും അവൻ ദൈവം സമസ്തവും ഈ ലോകത്തുള്ള പിശാചിന് ഉൾപ്പെടെ അവൻ്റെ പാദത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രസവിച്ച മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിൻ്റെ തല തകർക്കും. പിശാചിനോട് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിൻ്റെ തല തകർക്കും. അപ്പം ക്രിസ്തുവിനെ എല്ലാ പൈശാചിക തലകളെ തകർക്കുന്ന ക്രിസ്തുവിനെ പ്രസവിച്ച ആള് ആ പവറിലാണ് അവളുടെ മധ്യസ്ഥത്തിലും ഈശ്വരൻ്റെ നാമത്തിലുമാണ് ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് നേർച്ച വസ്തുക്കളെ വെഞ്ചരിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധിയോടെ ഉപയോഗിക്കാനും പ്രാർത്ഥനയിൽ ഇത് ആവശ്യമില്ലാതെ ആർക്കും അയച്ചു കൊടുക്കുകയോ കൈമാറുകയോ ഒന്നും ചെയ്യരുത്. ഉടമ്പടി ആര് ചെയ്യുന്നു
ഉടമ്പടി ആരാണ് നിർവഹിക്കുന്നത് അയാൾക്ക് പോയി ചെയ്യാം, അല്ലാതെ നിങ്ങൾ കൊടുക്കരുത്. മക്കൾക്കൊക്കെ ചില വിഡ്ഢി അമ്മമാരുണ്ട്. ഞാൻ പറയാം അതൊക്കെ കൂതറ പാർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അവർ ഉടമ്പടി ചെയ്ത് വെച്ച് കാശ് മക്കൾക്ക് കൊടുക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളും ദൈവം ഉടമ്പടി ചെയ്ത നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ആ മക്കളാണെങ്കിൽ അത് കൊണ്ടിട്ട് ഉടമ്പടിയിലല്ലേ ജീവിക്കണത്. അവർ തോന്നിയവാസത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തത് തിരിച്ചു കടിക്കും. നിങ്ങളെ വിശുദ്ധിയില്ലാത്ത മക്കൾക്കും തോന്നിയവാസിയായിട്ടുള്ള മക്കൾക്കുമാണ് നിങ്ങൾ ഉടമ്പടി കാശുരൂപം കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഓരോ കാനഡയിലേക്ക് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നിലയം പിടിച്ചുകൊണ്ട് കാശുരൂപം കൊടുക്കണില്ലേ, അവിടെ പോയിട്ട് എന്തെങ്ങനെ ജീവിക്കണമെങ്കിൽ അറിയാവോ? അറിയത്തില്ല. അവർ ദൈവത്തെ മറന്ന് പ്രാർത്ഥനയുമില്ല, കുർബാനയുമില്ല, കുമ്പസാരമില്ല ജീവിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങളെ വിശുദ്ധ വസ്തു കൈമാറിയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വസ്തുക്കൾ പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന്. കാര്യം അത് നിങ്ങളെ വിശുദ്ധ വസ്തുക്കളാണത്. അത് വിശുദ്ധന്മാരോടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ടതാണ്. ഉടമ്പടിയുടെ വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട്. വിശുദ്ധി കീപ്പ് ചെയ്യണത് നിസ്സാരമായ കാര്യമാണ്, അല്ല ആനക്കാര്യമല്ല. നിങ്ങളുടെ പിശാസാണ് പറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കാൻ പാടാണെന്ന്. ദൈവം പറഞ്ഞിട്ടില്ല. ഈസിയാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി. അത് ഒരു ജന്മം മുഴുവൻ സെലിബ്രേറ്റായിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഇവിടെ കർത്താവിന് വേണ്ടി. നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. പക്ഷേ അതേസമയത്ത് തന്നെ ഉള്ളിടത്തോളം കാലം വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു വെല്ലുവിളിയാണ് ഈ പൗരോഹിത്യമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ സമർപ്പിതരും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈദികരാക്കാനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സന്യസ്തരാക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളും. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഏത് സ്പേസിൽ പോയാലും ഒരു കാലത്ത് ഭൂമിയിലോട്ട് ഇറങ്ങി വരേണ്ടി വരും. ഓർത്തേക്കണം. നിങ്ങൾ എത്ര വലുതായാലും നിലത്ത് ഉയർന്നാലും അവസാനം എല്ലാ പക്ഷികളും നിലത്തിറങ്ങും. നിലത്തിറങ്ങാത്ത എത്ര ഉയർത്തി പഠിക്കണ കഴുകനാണെങ്കിൽ പോലും ഒരു സമയത്ത് നിലത്തിറങ്ങേണ്ടി വരും. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ നേടിയാലും ഒരു നിമിഷം നമ്മൾ നിലത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ നിലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തില്ലേ, 6 മണിലേക്ക് മറഞ്ഞു പോകുന്ന സമയത്തില്ലേ, അന്ന് നീ നേടിയത് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഔന്നത്യം പ്രാപിക്കാൻ വേണ്ടി നേടിയ മനുഷ്യർക്കൊക്കെ അവസാനം അവരുടെ വിൽപ്പത്തത്തിലും അവരുടെ അധികാരപത്രത്തിലും കണ്ണുനീര് മാത്രമായിരിക്കും അവകാശമെന്ന് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. കൈയടിക്കട്ടെ ശ്രുതികളെ. എൻ്റെ പേര് സോഫിയ ബെസ്കോ. ഞാൻ ഇൻഫന്റ് ജീസസ് ചർച്ച് കല്ലൈറ്റിങ്കയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അബ്രോഡ് ദുബായിലാണ്. ഞാനും മോനും ഹസ്ബൻഡും. ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കണേ. അത് മാർച്ച് 7-ാം തീയതിയാണ് ഉടമ്പടി എടുക്കണേ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ സഹോദരി ഫെമിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ദുബായിൽ വീട്ടിൽ ചുമ്മാ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ യാദൃശ്ചികമായിട്ടൊരു ദിവസം എൻ്റെ മോൻ പപ്പേനെ കാണണം, പപ്പേനെ വിളിക്കണം, ഓൺലൈനിൽ വിളിക്കുക സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവിളി. അപ്പം ഞാൻ വിചാരിച്ചു വെയിറ്റ് പപ്പ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ ആൾ അവിടെ ടയറിൻ്റെ ഷോപ്പാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ബിസിനസ്സാണ്. അപ്പോൾ വെയിറ്റ് പപ്പ വിളിക്കുമെന്ന് കുറേ പട്ടം പണ്ടും കൊച്ച് ഇങ്ങനെ കൂട്ടാക്കുന്നില്ല. എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മോനെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആളെ വിളിച്ചു, സംസാരിച്ചു, മോൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കുറേ കൊച്ചിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഒന്നും കൊച്ചു മിണ്ടണില്ല. പപ്പേനെ ഇങ്ങനെ കണ്ട് സംസാരിച്ച് പപ്പ പപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ച് ചേട്ടൻ ഉണ്ണീനെ കരച്ചിലൊക്കെ മാറ്റി സെറ്റാക്കി ഇങ്ങനെ വന്ന് പെട്ടെന്ന് ആൾ ഫോൺ കട്ട് ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ വർത്തനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെ വിളിക്കുന്നില്ല. അങ്ങനെ വിളിച്ച് വർത്തനമൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓൺ ദ സ്പോട്ടിൽ ആൾക്ക് ഫീൽഡ് വർക്കായിരുന്നു ആ ടൈമിൽ. അവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ കീഴിൽ ആൾ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവിടെ ഒരു ചെയർ ഇട്ടിട്ട് ആളിങ്ങനെ ഫീൽഡൊക്കെ ഇങ്ങനെ നോക്കും അവിടെ ചെയ്യണ വർക്കുകളൊക്കെ. ആ ടൈമിൽ മോൻ സംസാരിക്കണതിൻ്റെ ആ ടൈമിൽ തന്നെ ഒരു വലിയൊരു അവിടുത്തെ വണ്ടികളൊക്കെ വലിയ വെയിറ്റ് വലിയ വണ്ടികളൊക്കെയാണ്, ലോറിയൊക്കെ പോലത്തെ. അപ്പോൾ ആ വണ്ടി നേരെ ഹസ്ബൻഡ് ഇരിക്കണതിൻ്റെ തൊട്ട് താഴെ ഒരു കസാര ഇട്ടിട്ടാണ് ആൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. അവിടേക്ക് വണ്ടി ഇടിച്ച് കയറി. അവിടെ ആ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് വേറൊരു ചെറുപ്പൻ ചെക്കനായിരുന്നു, ഒരു 22 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആ കുട്ടീനെയും കൂടെ ചേർത്ത് ആ വണ്ടി അങ്ങോട്ട് കയറി. അപ്പോൾ ആളെ ഞാൻ വിളിച്ച സമയത്ത് ആൾ പറഞ്ഞു മോൻ വിളിക്കുന്ന ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്, ഞാനായിരുന്നു ആ സമയത്ത് അവിടെ ഇരിക്കേണ്ടിയിരുന്നത്, അതെന്താവും? അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എൻ്റെ ഫാദർ ഇൻ ലോ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് കാശിരൂപം, ഉപ്പ്, അതുപോലെ തന്നെ കുഞ്ഞൊരു ലോക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ തന്നു വിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഹസ്ബൻഡ് ഞാൻ വിചാരിച്ചു ഞാനിടാം, കുഴപ്പമില്ല, എനിക്ക് ഇവിടത്തെ കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹസ്ബൻഡിന് അങ്ങനെ അത്രയും താല്പര്യമില്ല. എന്നാലും ഞാൻ ആ കാശിരൂപം ഒരെണ്ണം ഉണ്ടായുള്ളൂ.
ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിൻ്റെ കൊന്തയിൽ കോർത്ത് എല്ലാ ദിവസവും ആൾ വർക്കിന് പോകുമ്പോൾ ഞാൻ 5:30 പ്രാർത്ഥിച്ച് ആൾ പോകുമ്പോൾ ഉപ്പൊക്കെ ഞാൻ വായിൽ വെച്ച് കുരിശൊക്കെ വരച്ചിട്ടാണ് ഹസ്ബൻഡിനെ ജോലി സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ എനിക്ക് ഭയങ്കരധികം എന്താ പറയുക, ഭയങ്കര ഒരു മിറാക്കിൾ ഞങ്ങളുടെ ലൈഫിൽ. അതൊരു വലിയൊരു എന്താ പറയുക, ദൈവം നമ്മുടെ ലൈഫിൽ ഇടപെടുന്നുണ്ട് എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അപ്പം അന്ന് ഒരുപാട് വിഷമവും ഈശോ മാതാവ് ഇത്രയും നമ്മളെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞേക്കാന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അങ്ങനെ ഇപ്പോൾ എനിക്കവിടെ വർക്കൊന്നുമില്ല, ആൾ ഇപ്പോൾ ജോലിയൊന്നും നോക്കുന്നില്ല, കൊച്ചുള്ള കാരണം എനിക്ക് അങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൾ ഇപ്പോൾ ജോലിയൊന്നും നോക്കണ്ട, സമയമാകുമ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങളുടെ. അപ്പോൾ ആ ടൈമിൽ എല്ലാവർക്കും അറിയാം, ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാമിലിയും ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ. എന്നിട്ട് കൂടെ ഹസ്ബൻഡിൻ്റെ ഒരൊറ്റ ജോലി കൊണ്ട് ഞങ്ങളവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മോനായാലും ഞങ്ങൾ സ്കൂളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോവും. അപ്പോൾ അവിടെ സ്കൂളിൽ ചേർത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. അതൊക്കെ മാതാവ് ബിസിനസ്സിൽ നല്ല രീതിയിൽ മാതാവ് ഞങ്ങളുടെ ലൈഫിൽ തൊട്ടു ക്രമപ്പെടുത്തി. ആ ഒരു ഇത് ഞങ്ങൾക്ക് എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡ് ഒരൊറ്റ ആൾ കൊണ്ട് മാതാവ് ഇവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാതാവ് അതെല്ലാം പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ അപ്പച്ചന് നല്ല വണ്ണൊക്കെയുള്ളൊരു അപ്പച്ചനാണ് എൻ്റെ അപ്പച്ചൻ. അപ്പോൾ ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതലേ അപ്പച്ചന് ഈ കാലുമ വയ്യ, വേദന കാര്യങ്ങളൊക്കെയാണ് അപ്പച്ചൻ ജോലിക്കൊക്കെ പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ വയ്യായും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ. കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും കാല് നീര് വരും, വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പച്ചനെ എടുത്ത വേണ്ടി ഈ ഉടമ്പടിയിൽ ഓൺലൈനായിട്ട് ഇവിടെ ഒരു നിയോഗം അപ്പച്ചന് വെച്ചിരുന്നു. അപ്പച്ചന് വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഹോസ്പിറ്റലൈസൊക്കെ ആയിരുന്നു, മിഷേലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 2 കൊല്ലമായി ഇപ്പോൾ ദുബായിൽ നിന്ന് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അപ്പച്ചൻ്റെ വയ്യായി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പച്ചൻ്റെ നീര് കുറഞ്ഞു, ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കാലുമ്മ, അതൊക്കെ മാറി. അതിനും അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരി, എൻ്റെ നേരെ മൂത്ത ചേച്ചി ഫെമി, അവൾ ജൂബിലി മിഷേലിലാണ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 7 കൊല്ലമായി അവിടെ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് പോകാനും അവിടെ കുറച്ചും കൂടിയും ഇവിടെ നിന്നിട്ട് അത്രയ്ക്കും ഡെവലപ്മെൻ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒമാനിലേക്ക് പോയി ലൈഫ് ഫാമിലിയായിട്ട് നിൽക്കാമെന്നുള്ള ഇതിൽ അവളെ ഒമാനിലെ പ്രൊമേറ്ററി എക്സാം തയ്യാറെടുത്ത് തുടങ്ങി. ഇപ്പോൾ ഇവിടെ എക്സാം എഴുതി. അങ്ങനെ അവൾ പാസ്സായി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഒരു 7 വയസ്സുള്ള മോളുണ്ട്, ഒരു വയസ്സായ ഒരു കൊച്ചുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേച്ചിയും ചേട്ടനും ഉണ്ണിയോളൊക്കെ കൂടെ പോയി ഒമാനിലേക്ക് പോയി. ഒമാനിൽ പോയിട്ട് അവിടെ ഒരു 3 മാസത്തെ പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞിട്ടാണ് അവരവിടെ സ്ഥിരപ്പെടുത്തുള്ളൂ. അവിടെ ഒരു നല്ലൊരു ഗവൺമെൻറ് ജോബായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത്. വെച്ചാൽ ആർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവൾക്ക് അവിടെ കിട്ടിയത്. അവളവിടെ 3 മാസത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 4ാമത്തെ ഒരു മാസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അവൾക്ക് പെട്ടെന്നൊരു ടെർമിനേഷൻ ലെറ്റർ കിട്ടി. അപ്പോൾ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തൂല. അല്ലെങ്കിൽ എല്ലാ ദിവസവും അവൾ എന്നെ വിളിക്കും, ചേച്ചി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ അവളുടെ ടൈമും ഞങ്ങളുടെ ടൈം ഏകദേശം സിമിലാരിറ്റിയാണ്. പക്ഷെ അവൾക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംസാരിക്കില്ല, എന്നാലും ടെക്സ്റ്റ് ചെയ്യും, വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യും. അത് കാണുന്നില്ല, അവൾ മെസ്സേജ് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് മെസ്സേജ് ചോദിച്ചു, ചേച്ചി ഇല്ലേ, അവൾ ഫോൺ എടുക്കുന്നില്ല, എന്താ പറ്റിയ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ചോദിച്ചു. അപ്പോൾ ആൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു, ചേച്ചിക്ക് വയ്യ, പനിയാണ്, 1 വീക്കായിട്ട് അവൾക്ക് വയ്യ എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു കാഷ്വലായിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ വെച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ അവിടെ തന്നെയാണ്, എൻ്റെ ദുബായിൽ തന്നെയാണ്, അവിടെ തന്നെയാണ് എൻ്റെ ആങ്ങളെയും വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ആങ്ങളോട് പറഞ്ഞു, ചേട്ടാ ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൾ വിളിച്ചിട്ട് ഫീവറാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം നമുക്ക് ചേട്ടൻ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആങ്ങള അവിടെ നിന്ന് എൻ്റെ ചേച്ചിയുടെ ചേട്ടനെ വിളിച്ചു. അങ്ങനെ വിളിച്ച് ചേട്ടനോട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് പെട്ടെന്ന് ടെർമിനേഷൻ ലെറ്റർ കിട്ടി. അപ്പോൾ അതിൻ്റെ ഷോക്ക് കാരണം എന്താ അവൾക്കൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഇങ്ങനെ മെസ്സേജ് ചെയ്തു. അത് എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ എൻ്റെ ആങ്ങള എന്നോട് പറഞ്ഞു, എനിക്കും എന്താ ചെയ്യാൻ പറ്റുക. അന്ന് ഡിസംബർ നാഷണൽ ഡേ ആണ്, അവിടെ ദുബായിൽ നാഷണൽ ഡേ ആണ്, എല്ലായിടത്തും ഹോളിഡേ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ദുബായിൽ നിന്ന് ഒമാനിലേക്ക് പോകാൻ സുഖം, ട്രാവൽ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് കാറിൽ പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകണമെങ്കിൽ പോവാം. അപ്പോൾ അവിടെ ആരും ഒമാനിൽ ആരും ഇല്ല. കുഞ്ഞു കുട്ടികളുണ്ട്, ഒരു 6 വയസ്സുള്ള മോളുണ്ട്, പിന്നെ ഒരു വയസ്സായ ഒരു മോനുണ്ട്. അപ്പം എൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡിസ്കസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്, എനിക്ക് ഒരു 2 വയസ്സായ ഒരു മോനുണ്ട്.
അപ്പോൾ ഞാൻ പോവാണ്, അവളുടെ അടുത്ത് ആരുമില്ല, എന്നെ ഒന്ന് കൊണ്ടുപോ, ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ച് എനിക്കും ആകെ മെൻ്റലി ആകെ ഡൗൺ ആയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ 4 days ഹോളിഡേ ആണ്, നാഷണൽ ഡേ പ്രമാണിച്ച് ഒറ്റ പ്രൊസീജിയറും നടക്കില്ല ദുബായിൽ, പോകാനോ വരാനോ അങ്ങനെ കുറേ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഓക്കെ വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനെ ശരിയാവും, ഓക്കെ ആവും, അവൾ റിക്കവർ ആവും, വിളിക്കും എന്നുള്ളൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് അവളുടെ ചേട്ടൻ എന്നെ വിളിച്ചു, ചേച്ചിയുടെ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു, നീ സംസാരിക്കുന്നു പറഞ്ഞിട്ട്. ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ല, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്, ചേച്ചി കരയുന്നുണ്ട്, പിള്ളേരുകൾ കരയുന്നുണ്ട്, ആകെ അവളുടെ മൈൻഡൊക്കെ പോയി. അപ്പം എനിക്ക് എന്താ പറയണത്, ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, എൻ്റെ അപ്പച്ചൻ ഈ ആത്മീയപരമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പം അപ്പച്ചൻ അവിടെ ധ്യാനത്തിലായിരുന്നു, അമ്മയും ധ്യാനത്തിലായിരുന്നു. അപ്പം അവരൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഇവളെ പിച്ചും പേരും പഴയ ചേട്ടനെ ആരും ഓർമ്മയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഏതൊരു ചേട്ടൻ ഇങ്ങനെ ഇതുപോലൊക്കെ പറഞ്ഞ് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് സഞ്ചാരി മാതാവാണ്, നമ്മുടെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. നമുക്കറിയില്ലല്ലോ, അറിയാം ഇങ്ങനൊരു മാതാവ് പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ച് ഞാനും എൻ്റെ ആങ്ങളെയും പറഞ്ഞാലാണ് ചേച്ചി വിശ്വസിക്കുള്ളൂ എന്നുള്ള മൈൻഡാണ്. ചേട്ടൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല, നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അവൾ വരില്ല എന്ന് പറയും, എനിക്കിട്ട് ജോലിയാണ്, എൻ്റെ ജോലി പോയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ചേച്ചിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം, അവളൊന്ന് എന്താ പറയുക ഉറക്കിയിട്ടെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് കൊണ്ടുവരാമെന്നുള്ള ഇതായി. പക്ഷേ എന്നിട്ടും അവളത് സമ്മതിക്കുന്നില്ല. ആകെ മൈൻഡ് ആ സമയത്ത് അത് ഓർക്കാൻ പറ്റണില്ല. അങ്ങനെ എൻ്റെ ചേട്ടൻ ഫുജേറയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും കൂടെ ഫുജറയിൽ പോയിട്ട് ചേട്ടനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ദുബായിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഞാനും എൻ്റെ ആങ്ങളും കൂടി അവളെ വീഡിയോ കോൾ ചെയ്ത് കുഴപ്പമില്ലേ ഫെമി, നീ ഇങ്ങോട്ട് പോരെ, നിനക്ക് കുഴപ്പമൊന്നും ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളൊരു ഫീലൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ സെറ്റാക്കി. അങ്ങനെ അവൾ മുന്നേ ടെർമിനേഷൻ ലെറ്റർ കിട്ടിയ ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയോ, ഞങ്ങളൊന്ന് ട്രീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ് ചെയ്ത് അവൾക്ക് 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, അവൾ 4 ദിവസമായി തോന്നുന്നു ഉറങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു മൈൻഡ് പോയി കിടക്കാണ്. അങ്ങനെ അവളെ എന്താ പറയുക മരുന്നൊക്കെ കൊടുത്ത് നന്നായി അങ്ങോട്ട് ഉറക്കി. അങ്ങനെ അവൾ പിന്നെ മരുന്ന് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ എഴുന്നേക്കണം ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേറ്റ്. അവൾ പിന്നെ 2 പിള്ളേരെ അവിടുത്തെ ഹോസ്പിറ്റലുകാർ ആ പിള്ളേരുകൾ അവിടെ അലൗഡ് ആക്കില്ല. അപ്പോൾ അവിടെ ആരുമില്ല, എൻ്റെ അമ്മച്ചിയില്ല, അപ്പച്ചനില്ല, പിള്ളേരെ നോക്കാനുള്ള ആരുമില്ല. അങ്ങനെ അവിടുത്തെ ഒരു മാലാക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതേപോലത്തെ ഒരു സ്റ്റാഫ് നേഴ്സ്, നമ്മളായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ആള് പറഞ്ഞു ഞാൻ 2 പിള്ളേരെ നോക്കാം, അതായത് 1 വയസ്സായിട്ടുള്ളൂ താഴെയുള്ള കൊച്ചിന്, അവനെ ഞാൻ നോക്കിക്കോളാം, മൂത്ത ഉണ്ണീനെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 കുഞ്ഞുങ്ങളും ആ സ്റ്റാഫ് നേഴ്സിൻ്റെ വീട്ടിൽ ഫുഡ് കൊടുക്കാനായാലും ഉറക്കാനായാലും ആ മാലാക ആ കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിച്ച് അവൾ ഡിസ്ചാർജ് ആവണ വരെ ആ കൊച്ചുങ്ങളെ നോക്കിയത് ആ മാലാകയായിരുന്നു, ആ സിസ്റ്ററായിരുന്നു. അങ്ങനെ ഞാൻ ആ സിസ്റ്ററുടെ അടുത്തൊക്കെ സംസാരിച്ചു. സിസ്റ്ററുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവായിട്ട് പറഞ്ഞു വിട്ടതാ, എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, 4 ദിവസം ഹോളിഡേ അല്ലേ, നമുക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുക, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ സിസ്റ്ററെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരുപാട് താങ്ക് യു ഒക്കെ പറഞ്ഞു, ദൈവത്തിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചി അതിലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് അവർ ടിക്കറ്റ് എടുത്ത് വിത്ത് ഫാമിലി അടക്കം എൻ്റെ വീട്ടിലേക്ക് പോന്നു. എൻ്റെ വീട് കോഴിക്കുള്ളിയിലാണ്, അവിടേക്ക് പോന്നു. അങ്ങനെ പോന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചനും കൂടെ കുറച്ച് നാൾ അവളവിടെ നിന്ന് ചേട്ടൻ കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പിന്നെ മൈൻഡൊന്നും റെഡി ആവണില്ല. വീട്ടിലെത്തിയിട്ടും അവളെല്ലാവരോടും ഭയങ്കര ടോക്കറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബന്ധമില്ലാത്ത കാര്യങ്ങളും അതുപോലെ എപ്പോഴും അങ്ങനെ സംസാരിക്കില്ല എൻ്റെ ചേച്ചി, ആരോടും അങ്ങനെ ഇതായിട്ട് സംസാരിക്കാത്ത ഒരാളാണ്. ഇവൾ നന്നായിട്ട് സംസാരിക്കുക. അപ്പം തന്നെ മൈൻഡിൽ ഇങ്ങനെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അവളെ ഒന്ന് തിരിച്ചെടുക്കണം. എൻ്റെ ലൈഫിലായാലും എൻ്റെ ആങ്ങളുടെ ലൈഫിലായാലും എൻ്റെ കുടുംബത്തോടൊരു ബാക്ക് ബോൺ ആയിരുന്നു എൻ്റെ ചേച്ചി. അവൾ വലിയൊരു ഇതാണ്. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നിട്ട് ഞാൻ ഓൺലൈനിൽ March 7th ഞാൻ അവൾക്ക് വേണ്ടി അവിടെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഞാൻ ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ ചേച്ചിക്ക് വേണ്ടി. എനിക്ക് എൻ്റെ ചേച്ചീനെ ജോലിയൊന്നും വേണ്ട, അവളെ പണ്ടത്തെ പോലെ എനിക്ക് തിരിച്ചു കിട്ടണേ മാതാവേ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നിയോഗം ഞാനത് വെച്ചു.
അതുപോലെ ബാക്കിയുള്ള സബ്ബായിട്ടുള്ള ഇതുകൾ വെച്ചു. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഒക്കെ അവളുടെ കുടുംബത്തിൻ്റെ സമാധാനം, അവളുടെ ലൈഫ്, ജോലിയൊന്നും വേണ്ട മാതാവ്, എൻ്റെ ചേച്ചീനെ എനിക്ക് തിരിച്ച് കിട്ടണേ എന്നുള്ളൊരു ഒറ്റത് മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ. അതേപോലെ തന്നെ മാതാവ് 3 മാസം കഴിഞ്ഞതിൻ്റെ ആ സമയത്ത് എനിക്ക് എൻ്റെ ചേച്ചി റിക്കവറായി. അവൾക്ക് നെക്സ്റ്റ് പ്രൊമെട്രി എക്സാമിൻ്റെ ഇത് വന്നു. അവൾ ഫസ്റ്റിൽ തന്നെ വീണ്ടും എക്സാം എഴുതി പാസ്സായി. ബാംഗ്ലൂർ പോയി അവിടെ എക്സാം കണക്ട് ചെയ്തു, അവൾക്ക് കിട്ടി. എന്നിട്ട് അവൾ കൊച്ചുങ്ങളവൾ മാറി നിൽക്കില്ല. ആ കൊച്ചുങ്ങളെ അവൾ കൊണ്ടുപോകാണ്ട് ചേട്ടൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി അവിടെയുണ്ട് ഒരു എക്സാം. അവിടെ എക്സാം ക്ലിയർ ചെയ്ത് അവൾ എക്സാമിന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് വന്ന സമയത്ത് ഇവർ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഈ വയ്യാണ്ട് വന്നില്ലേ, അപ്പോൾ ഉടമ്പടിയൊന്നും എടുത്തില്ല. എൻ്റെ അപ്പച്ചൻ മാത്രം ഉടമ്പടി എടുത്ത് പോയി. അപ്പോൾ കാശുരൂപവും ഉപ്പും തേനും ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ ഇവൾക്ക് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, നീ എക്സാമിന് പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകണം, കാശുരൂപം കൊണ്ടുപോകണ്ട, അത് അപ്പച്ചൻ്റെ കൂടെയാണ് അവൾ ബാംഗ്ലൂർ പോയി എക്സാം എഴുതിയത്. അപ്പോൾ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചോളോ, കൊന്തെത്തിച്ചോളോ, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ അവിടെ കുപ്പിട്ടോളോ എന്നൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ തമ്മിലാണ് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന, വീഡിയോ കോൾ ചെയ്യും, ഫോൺ വിളിക്കും അങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എടുക്കാം, ഉപ്പൊക്കെ എടുക്കാം, വിതരൊക്കെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൾ എക്സാം ഹോളിൽ അതൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ എക്സാം ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു, നീ എക്സാം ചെയ്ത് റിസൾട്ട് വന്നാൽ പാസ്സായി എന്ന് പറയുന്നത് ഞാൻ കേൾക്കും ഫെമി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു, അവൾ കട്ട് ചെയ്ത് പോയി. ഞാൻ അന്ന് എക്സാം തുടങ്ങണം, അന്ന് കാലത്തായിരുന്നു എക്സാം, ഒരു 11 മണി 10 മണിക്കുള്ളിൽ എക്സാം ആയിരുന്നേ. അപ്പോൾ തൊട്ട് അവൾ എക്സാം കഴിയുന്ന വരെ ഞാൻ സമ്പൂർണ്ണ ജപമാല മുട്ടുമ്പോൾ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവി അവളെ ജീവിത ഉപാധിയാണ്, അവളെ ഇനി ഒരിക്കലും മാതാവ് കഷ്ടപ്പെടുത്തരുത്, അവളെ നേടിയെടുക്കാനായിട്ട് എനിക്ക് ഈ ഒരു മാർഗ്ഗമുള്ളൂ. അമ്മ മാതാവ് അവളെ കൂടെ പോകണം, എക്സാം എഴുതണം, അവൾ ആഗ്രഹിച്ച അതേ ഇതിൽ തന്നെ അവൾക്ക് ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എക്സാമിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അവൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇടി, ഞാൻ പാസ്സായി, എനിക്ക് 48 മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞ് അവൾ എക്സാം ക്ലിയർ ചെയ്ത് അവളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് അവൾ ഇവിടേക്ക് വരികയാണ് പിള്ളേരെ കൊണ്ടുവരാനായിട്ട്. ആ ടൈമിൽ പിള്ളേരെ കൊണ്ടുവരാൻ കുറച്ച് മുന്നേ ഫസ്റ്റ് ഈ എക്സാം എഴുതി ഒമാനിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഇവിടെ വരുമ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്തോളൂ, എന്നിട്ട് തിരിച്ച് ഒമാനിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. ആ ഓക്കെ ഒക്കെ പറഞ്ഞ് അവൾ എല്ലാം ക്ലിയറായി, എക്സാം എഴുതി മൈൻഡൊക്കെ ഇതായി, എല്ലാം റെഡിയായി. അങ്ങനെ ഇവളിവിടെ വന്ന് ഉടമ്പടിയൊന്നും എടുത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ അവിടെ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ പോയി. അപ്പോൾ നാളെയാണ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും കൂടി പറഞ്ഞു അവളുടെ അടുത്ത്, നീ പൊക്കോളോ, പോയിട്ട് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് ഒമാനിൽ പൊക്കോളോ, മാതാവിൻ്റെ ഒരു സംരക്ഷണമാണ് കാശുരൂപ, അതുകൊണ്ട് പൊക്കോളോ ഫെമി എന്നൊക്കെ പറഞ്ഞു. അവളിപ്പോൾ വന്നില്ല. പക്ഷേ അവൾ നേരെ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ ഇവിടെ എമിഗ്രേഷൻ എവിടെ എത്തിയ സമയത്ത് നമുക്കൊരു അറിയില്ല, പേപ്പർ ഏതോ ഒരു പേപ്പർ അവിടുത്തെ എമിഗ്രേഷനിലത്തെ മാഡം ചോദിച്ചു, അവളിൽ അതില്ല എന്ന് പറഞ്ഞു. അവൾ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പേപ്പർ ഇല്ല, എൻ്റെ അടുത്ത് പൊക്കോളാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ അവളോട് പറഞ്ഞു, നീ അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ നീ പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തില്ല, അതുകൊണ്ടാണ് മാതാവ് നിന്നെ പറഞ്ഞു വിട്ടത്, അതിനൊരു അവസരമാണ് നിനക്ക്, നീ പോയിട്ട് നീ വിഷമിക്കണ്ട, നീ പോയിട്ട് വീണ്ടും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോ, അപ്പം മാതാവ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആ ലഗേജും കൊണ്ട് വീണ്ടും വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം അവൾ ഈ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടകരുടെ ഉടമ്പടി എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവൾ പിന്നത്തെ ഇതിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും എനിക്ക് അമ്മ മാതാവിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല, ഉടമ്പടി കാശുരൂപം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഈ മെഴുകുതിരി കണ്ടിട്ടില്ല, തൈലോ അങ്ങനെയൊന്നും ഞാൻ കിട്ടിയില്ല. ഉപ്പ് പിന്നെ എൻ്റെ ഫാദറിലോ തന്നുവിട്ടത് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതെല്ലാം റെഡിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ്, അതും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ഒമാനിലേക്ക് പോയത്. അങ്ങനെ ഇപ്പോൾ ഈ 4 കൊല്ലം ആവാറായി. ഇപ്പോൾ ഫാമിലി അടക്കം എൻ്റെ ഉണ്ണിയോളും ചേച്ചിയും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒമാനിൽ അതിനേക്കാളും നല്ലൊരു ആ ജോബ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര പ്രഷറും കാര്യങ്ങളുള്ളതായിരുന്നു, ഗവൺമെൻറ് ജോബായിരുന്നു. ഇപ്പോൾ അവൾക്ക് മെൻ്റലി ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ട്, പിള്ളേരെ കാര്യങ്ങൾ നോക്കാനും വീട് അടുത്ത് തന്നെ, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അവൾക്ക് വീട് കിട്ടി, ചേട്ടനായാലും വർക്ക് ചെയ്യാനുള്ള അടുത്ത്, പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചനും ഇപ്പോൾ ചേച്ചി കൊണ്ടുപോയി പിള്ളേരെ നോക്കാനായിട്ട്. ഇപ്പം എല്ലാ രീതിയിലും അവൾ ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ഒന്നും അങ്ങനെ ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല. അപ്പം ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വയ്യാത്തവരൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുക്കും. പിന്നെ അപ്പച്ചനോട് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് ഇങ്ങനെ ആർക്കും ഇല്ലാത്തവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനും പൈസയൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കും. പിന്നെ എനിക്ക് ഞാൻ സ്റ്റാറ്റസ് ഇടാത്ത ഒരാളാണ് ഞാൻ കൃപാസൻ. ഞാൻ എപ്പോഴും എൻ്റെ DP ഞാൻ എൻ്റെ മോനും ഹസ്ബൻഡ് മാത്രം, അല്ലെങ്കിൽ മോൻ്റെ അത് മാത്രം ഇടാറുള്ളൂ. ഇപ്പോൾ 1 കൊല്ലമായി ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് DP ആയിട്ട് ഇടണേ. എല്ലാ ദിവസവും ബൈബിൾ വചനം ഇടും. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ കാര്യം, എൻ്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട്
എൻ്റെ ഫ്രണ്ട്സിനോട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറയും. അത് കേട്ടിട്ട് കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ എല്ലാവരും ഇതറിയുള്ളൂ. എൻ്റെ ഫാമിലീസ് ഒരുപാട് പേരൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് ഞാനിവിടെ പറയണു. അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ കാര്യത്തിലും ഞാൻ അമ്മ മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയണു. ആത്മീയ ജീവിതം പറഞ്ഞാൽ മുന്നേ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുന്നൊക്കെ എല്ലാ ദിവസവും കുർബാനയും കാര്യങ്ങളൊക്കെ പോയിരുന്നു. പിന്നെ ശേഷം പോവാറില്ല. അതുപോലെ തന്നെ വചനമൊന്നും വായിക്കാറില്ല. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ ഫുൾ ഞാൻ വായിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ലീവിന് വന്നപ്പോൾ ഉടമ്പടി ഇവിടെ നിന്ന് തീർത്ഥാടകം എടുത്തിട്ട് നേരെ വേളാങ്കണ്ണി പോയിട്ട് തമിഴ് പത്രവും മലയാള പത്രവും മേടിച്ചിട്ട് അവിടെ പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധിയുണ്ടാകും, വറ്റാത്ത നീരുറവയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകും നീ. സോഫിയ ബെസ്കോ തൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തൻ്റെ കുടുംബത്തെ ദൈവം പിടിച്ചു നിർത്തിയ സംരക്ഷിച്ച അനുഭവങ്ങൾ, വരുമാന മാർഗം വർദ്ധിച്ചത്, തൻ്റെ ജീവിത പങ്കാളിയുടെ പെട്ടെന്നുണ്ടാകാമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് സംരക്ഷണം ലഭിച്ചത്, അതിനോടൊപ്പം തന്നെ തൻ്റെ സഹോദരി, അവളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ബാക്ക് ബോണായിട്ട് നിന്നത്. അപ്പോൾ അവൾക്ക് പല രീതിയിലുള്ള, സഹോദരിക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അത് തന്നെയും തളർത്തിയെന്നും പിന്നീട് എത്രമാത്രമായിരുന്നു അത് സിവിയറായി പോയത്, ഈ മകളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ സഹോദരി മാറിപ്പോകുമ്പോൾ ടെർമിനേഷൻ വരുന്നതാണ്, അത് ജോബിൻ്റെ ടെർമിനേഷൻ. എന്നാൽ ഇന്ന് നാം കേട്ട തിരുവചനം പോലെ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ നീ ആകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്നൊക്കെ 58:11 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ തൻ്റെ ഉടമ്പടി പിന്നീട് എങ്ങനെയാണ് പുഷ്പിച്ച് ഫലമണിഞ്ഞത്. താൻ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നു, തൻ്റെ സഹോദരിയും ഉടമ്പടി എടുത്തിട്ടുണ്ട്, കുടുംബത്തിലേക്കൊക്കെ ലഭിച്ച കൃപകൾ, തൻ്റെ DP താൻ അതൊന്നും തനിക്ക് അധികം ഇഷ്ടമില്ലായിരുന്നു, എപ്പോഴും കുടുംബത്തിൻ്റെ DP ഇട്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ അമ്മയാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥ എന്ന് എല്ലാവരോടും വിളിച്ചറിയിക്കുകയാണ്. അതുപോലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ മക്കൾ കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ തിരുവചന വായന അത് ഏറ്റവും ഫലവത്തായിട്ട് തന്നെ ഇന്ന് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം താൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുക ബൈബിൾ വായന. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും ഈ മകളെ നന്ദി പറയുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.